ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഉള്ളിത്തീയലാണ്. വളരെ എളുപ്പത്തിൽ ഉള്ളിത്തീയൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനലിലെ മറ്റ് ഓണസദ്യ റെസിപ്പീസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉള്ളിത്തീയൽ തയ്യാറാക്കുന്നത്. തീയൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് തേങ്ങയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 5 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണം. പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഓയിൽ ഒട്ടും ഒഴിക്കാതെ ആദ്യം നമുക്ക് 1-2 മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങയുടെ നനവൊക്കെ മാറിയിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. തേങ്ങയുടെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരട്ടെ, അതുവരെ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങ ഇവിടെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ സമയം വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ 2 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പൊടികളുടെ റോസ് സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാതെയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടിയിട്ട് നോക്കണം. പൊടികളൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ചൂടാറി വന്നാൽ അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, വെള്ളം ഒഴിക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. അപ്പം നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ഇവിടെ ഒരു ചട്ടിയിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും 1-2 വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 15 മുതൽ 20 വരെയൊക്കെ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ വലിയ സൈസിലുള്ളതൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും പറയുന്നത് പോലെ ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിത്തീയൽ സാധാരണ തയ്യാറാക്കുന്നത് ചുവന്നുള്ളി വെച്ചിട്ടാണ്. എന്നാലും നിങ്ങളുടെ കയ്യിൽ ചുവന്നുള്ളി ഇല്ല, ഉള്ളിത്തീയൽ തയ്യാറാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ സവാള വെച്ചിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കൂ. പക്ഷേ ഫ്ലേവർ ഡിഫറെൻ്റ് ആയിരിക്കും, ടേസ്റ്റൊക്കെ ഒന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാലും നിങ്ങൾ ആ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1 കപ്പ് ചൂടുവെള്ളത്തിൽ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 10-15 മിനിറ്റൊക്കെ മതിയാവും. എന്നിട്ട് ഇതേ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പിഴിഞ്ഞെടുത്തിട്ട് അരിച്ചെടുത്തതാണ്. അത് നമുക്ക് ഈ സമയം ചുവന്നുള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഒന്ന് വാടി തുടങ്ങുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് പുളി വെള്ളത്തിൽ ചുവന്നുള്ളി വേവിച്ചെടുക്കണം. അടച്ചു വെച്ചിട്ടൊക്കെ വേവിച്ചെടുക്കാം. ഉള്ളി പെട്ടെന്ന് വെന്ത് കിട്ടും. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ അടച്ചു വെച്ചാൽ 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ഉള്ളി വെന്ത് കിട്ടും. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ വറുത്തരച്ചത് ചേർത്ത് കൊടുക്കണം.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒട്ടും വെള്ളം ഒഴിക്കാതെ വേണം തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ തീയലിന് നല്ല ഡാർക്ക് കളർ കിട്ടില്ല. അതുകൊണ്ടാണ് തേങ്ങ വറുത്തതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കരുതെന്ന് പറയുന്നത്. എന്നാലും നിങ്ങൾക്ക് ആവശ്യമായിട്ട് തോന്നുകയാണെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഇതിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം തന്നെ എടുക്കണം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തീയൽ ഇവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം. പിന്നെ കുറച്ച് പഞ്ചസാര, 1 നുള്ള് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. മധുരത്തിന് വേണ്ടിയിട്ടല്ല കേട്ടോ. ഇതിലെ ആ ഒരു ഉപ്പും എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അതും ഓപ്ഷണലാണ്, ചേർക്കുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഉള്ളിത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തീയൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കും തോറും തിക്കായിക്കൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്